ഹലോ, അപ്പം ഇന്നൊരു കയ്പ്പയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയാലോ. ആദ്യം ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് നന്നായി പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഒരു പച്ചമുളക് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പ്പയ്ക്ക അതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് അതൊരു ബ്രൗൺ കളർ ആവണ വരെ, അത് നന്നായി വാടിയൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വാട്ടിയെടുക്കണം. അത് കുറച്ച് സമയം എടുക്കും വാടി വരുമ്പോൾ. ഏകദേശം ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മളത് ചീനച്ചട്ടിയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, ഉലുവപ്പൊടി ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്തത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരിക്ക് പകരം പുളിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യണത്. ഓൺ ചെയ്തിട്ട് ഒന്നത് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ കയ്പ്പയ്ക്ക ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയണേ നിങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഓക്കെ ദെൻ ബൈ.